ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്ന് കോവിഡ് രോഗത്തിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്നത് ബ്ലാക്ക് ഫംഗസ് രോഗമാണ്. ഇന്ത്യയിൽ ഏകദേശം 20ഓളം സംസ്ഥാനങ്ങൾ ഇന്ന് ബ്ലാക്ക് ഫംഗസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 9,000-ഓളം രോഗികൾ ഇന്ന് ഇന്ത്യയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും കോഴിക്കോട് മാത്രം 11 രോഗികൾ ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, ഈ ബ്ലാക്ക് ഫംഗസ് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 40% പേർക്ക് ഇത് വളരെ ഗുരുതരമായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ രോഗം നമ്മളെ ബാധിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ബ്ലാക്ക് ഫംഗസിൽ നിന്നും വൈറ്റ് ഫംഗസിൽ നിന്നും രക്ഷ നേടാനുള്ള ഏക മാർഗം. ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാക്ക് ഫംഗസും വൈറ്റ് ഫംഗസും ഉൾപ്പെടെയുള്ള പൂപ്പൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിനെ സജ്ജമാക്കുന്ന ചില ഇനം ഭക്ഷണങ്ങളുണ്ട്. ഇവ ജനറൽ ആയിട്ടുള്ള പൂപ്പൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് ഗുണകരമാകുന്നവയാണ്. ഈ ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം കോവിഡ് വന്ന് മാറി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു നിൽക്കുന്നവരിലാണ് ഈ ബ്ലാക്ക് ഫംഗസോ വൈറ്റ് ഫംഗസോ പോലുള്ള പൂപ്പൽ രോഗങ്ങൾ ബാധിക്കുന്നത്. അവർക്ക് പൂപ്പൽ രോഗങ്ങളെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കോവിഡ് രോഗം വന്ന് മാറിയവർ ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കണം. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ ബാക്ടീരിയകളും ഫംഗസുകളുമായിട്ട് ഏകദേശം 500 കോടി മൈക്രോ ഓർഗാനിസംസ് അണുക്കൾ ജീവിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിപക്ഷവും നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളും ഫംഗസുമാണ്. ഈവൻ ഫംഗസുകൾ മാത്രം, പൂപ്പലുകൾ മാത്രം ഏകദേശം 200ഓളം സ്പീഷീസുകൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും പുറത്തും ജീവിക്കുന്നുണ്ട്. ഇവ നമ്മുടെ ശരീരത്തിനെ പലതരത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങൾ, ദഹനം മെച്ചപ്പെടുന്നതിനെല്ലാം സഹായിക്കുന്നുണ്ട്. ഈ ഗുണകരമായിട്ടുള്ള അണുക്കൾ, ബാക്ടീരിയകളും ഫംഗസുകളും ഉള്ളതുകൊണ്ട് തന്നെ ദോഷകരമായ ബാക്ടീരിയകളോ ഫംഗസുകളോ നമ്മുടെ ശരീരത്തിൽ വളരത്തില്ല. എപ്പോഴും ഈ ഒരു അനുപാതം സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻഡ് ആകും. എന്നാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണോ ഗുണകരമായ ബാക്ടീരിയകളും ഫംഗസുകളുടെ അളവുകൾ കുറയുന്നത്, ദോഷകരമായിട്ടുള്ള ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യും. ഇത് വളരെ ബേസിക് ആയിട്ട് മനുഷ്യ ശരീരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു തത്വമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഗുണകരമായിട്ടുള്ള അണുക്കളെ വളർത്താൻ സഹായിക്കുന്ന എല്ലാ ഫുഡുകൾക്കും ദോഷകാരിയായിട്ടുള്ള ഫംഗസുകളെ അകറ്റാനും കഴിവുണ്ട്. ഇവ ഏതൊക്കെയെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്കുകളാണ്. പ്രോബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ വളരാൻ സഹായിക്കുന്നവ. ഇവയുടെ പ്രത്യേകത, ഇവ 2 തരത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു. 2, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്നു. നിങ്ങൾക്കറിയാം, കോവിഡ് രോഗം ബാധിക്കുന്നവരിൽ അവരുടെ ശരീരത്തിൽ ഈവൻ വൈറസ് നെഗറ്റീവ് ആയാൽ പോലും ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാവും. ഈ ഇൻഫ്ലമേഷൻ കുറയുമ്പോഴാണ് നമ്മൾ വളരെ പെട്ടെന്ന് ശരീരം നോർമലാകുന്നത്. ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പ്രോബയോട്ടിക്കുകൾ കഴിവുണ്ട്. അതായത് ഫംഗസുകളെ ഭയന്ന് മാത്രമല്ല, നമ്മുടെ പ്രതിരോധ ശേഷി പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും പ്രോബയോട്ടിക്കുകൾ കഴിക്കണമെന്ന് അർത്ഥം. ഏതൊക്കെയാണ് പ്രോബയോട്ടിക്കുകൾ എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് തൈര്, മോര് പോലെ പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ. അത് തൈരും മോരും മാത്രമല്ല, പനീർ, ചീസ്, ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു മികച്ച പ്രോബയോട്ടിക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഈവൻ പാല് കുടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെനിഫിഷ്യലായിട്ട് കോവിഡ് വന്ന് മാറിയവർക്ക് തൈരും മോരും പനീറും ചീസും എല്ലാം കഴിക്കുന്നത് കുറച്ചുകൂടി നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് കുടലിലെ ബാക്ടീരിയകളെ വളരാൻ സഹായിക്കുന്നു. ഇവ ദോഷകരമായിട്ടുള്ള ഫംഗസുകളെ അകറ്റുന്നതിനും നമ്മുടെ സ്കിന്നിൻ്റെ പ്രതിരോധ ശേഷി ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. തൈരിനും മോരിനും എല്ലാം നമ്മുടെ സ്കിന്നിൽ വളരുന്ന കാൻഡിഡ പോലുള്ള ചില ഇനം ഫംഗസുകളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. ദിവസത്തിൽ 1-2 നേരം തൈരോ മോരോ ചേർത്തിട്ടുള്ള ഫുഡ് നിർബന്ധമായിട്ടും കഴിക്കണം. പനീർ നിങ്ങൾക്ക് കറികളുണ്ടാക്കി പതിവായിട്ട് ഈവൻ കുട്ടികൾക്ക് പോലും ഈ ഒരു സമയത്ത് ഫുഡിൽ ചേർത്ത് കൊടുക്കാവുന്നവയാണ്. രണ്ടാമത്തെ മികച്ച പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ്. അരിയും ഉഴുന്നും കുതിർത്ത് അരച്ച് ഒരു നൈറ്റ് ഫുള്ള് നമ്മൾ പുറമേ വച്ചിരുന്ന് അതിനകത്ത് ബാക്ടീരിയ വർക്ക് ചെയ്ത് പുളിപ്പിച്ച് ഉണ്ടാക്കി അതിനെ ആവിയിൽ വേവിച്ച് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ ഓവർനൈറ്റ് നമ്മൾ അരിയും ഉഴുന്നും കൂടെ വെച്ച് പുളിപ്പിക്കുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവ നമ്മൾ പതിവായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുന്നത്, ഈവൻ നമ്മളൊരു ദോശയാക്കി കഴിക്കുന്നതിനേക്കാൾ ആവിയിൽ വേവിച്ച് ഈ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത് നമ്മുടെ വയറിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ വളരെയധികം പെറ്റുപെരുകുന്നതിന് സഹായിക്കും. നിങ്ങൾക്കറിയാം, എത്ര ദഹനശേഷി കുറഞ്ഞ ആൾക്കാരിലും കിടപ്പിലായവരിൽ പോലും ഇഡ്ഡലി അവർക്ക് വളരെ പെട്ടെന്ന് ദഹിക്കുന്ന, ഈസിലി കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. മൂന്നാമത്തെ പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറയുന്നത് ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് ഈ റീസെൻറ്റ് സ്റ്റഡീസിലെല്ലാം തന്നെ ഇത് വളരെ ഒരു ആക്റ്റീവ് പ്രോബയോട്ടിക് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മിസെൻട്രോയിഡ്സ് എന്ന് പറയുന്ന ഒരു രാസവസ്തു നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകളെ വളരെയധികം പരിപോഷിപ്പിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നാലാമത്തെ പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളാണ്. വീടുകളിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന, ഷോപ്പിൽ നിന്നും കിട്ടുന്ന അച്ചാറുകൾക്കകത്ത് അസിഡിറ്റി കൂടാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, കളറിങ് ഏജൻസ് ഉണ്ടാവും,
സ്പെസിഫിക് ടേസ്റ്റിംഗ് ഏജൻസ് ഉണ്ടാവും. എന്നാൽ ഇവയൊന്നും ചേർക്കാതെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ ഇവ അധികകാലം ഇരിക്കത്തില്ല, പെട്ടെന്ന് കേടായി പോകും പലപ്പോഴും. ഇത്തരം അച്ചാറുകൾക്കകത്ത് നമ്മുടെ വയറിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ വിശദീകരിച്ച 4 ഇനം ഫുഡുകളും ആർക്കും വലിയ ചെലവില്ലാതെ വീടുകളിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക് ഫുഡുകളാണ്. ഇനി ഫംഗസുകളെ തുരത്താൻ സഹായിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ഫുഡുകളുണ്ട്, പ്രീബയോട്ടിക്കുകൾ എന്നാണ് പറയുന്നത്. പ്രീബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് വളരുന്ന സൂക്ഷ്മാണുക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരം കൂടുതൽ വലിച്ചെടുക്കാതെ ഇവ കുടലിലേക്ക് പോവുകയും കുടലിലുള്ള ബാക്ടീരിയകൾ ഇവയെ കൂടുതൽ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഫുഡുകൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ കഴിക്കുന്നവയാണ്. ആപ്പിള്, ഉള്ളി, ഏത്തപ്പഴം, ബനാന, ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾസ്, ഇലക്കറികൾ, ഇവയെല്ലാം ഒരു മികച്ച പ്രീബയോട്ടിക് ഫുഡുകളാണ്. കൂടാതെ ഓട്സ്, ഫ്ലാക്സീഡ് പോലുള്ളവ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കൂടാതെ വെളുത്തുള്ളി, ഇഞ്ചി, സോയാബീൻ, ടൊമാറ്റോ പോലുള്ളവ നമ്മൾ സാധാരണ കറികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. ഇവയും മികച്ച പ്രീബയോട്ടിക് ഫുഡുകളാണ്. ഇവ കൂടാതെ ഫംഗസുകളെ തുരത്താൻ വേണ്ടി ശരീരത്തിനെ സജ്ജമാക്കാൻ ലീൻ പ്രോട്ടീനുകൾ കഴിക്കണം. ലീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കോഴിയിറച്ചി, മുട്ട, മീൻ ഇവ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. എപ്പോഴും ഫംഗസുകളെ തുരത്താൻ നമ്മൾ വൈറ്റ് മീറ്റ് കൂടുതൽ, ഞാനിപ്പോൾ വിശദീകരിച്ച വൈറ്റ് മീറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. റെഡ് മീറ്റുകളായിട്ടുള്ള ബീഫ്, പോർക്ക്, മട്ടൺ പോലുള്ളവ കഴിയുന്നത്ര നമ്മൾ ഈ ഫംഗസിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഫാറ്റ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുക. വെജിറ്റബിൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയോ, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, അതേപോലെ അവക്കാഡോ, ഫ്ലാക്സീഡ് ഓയിൽ എന്നിവ നമ്മുടെ ശരീരത്തിന് ഫംഗസുകൾക്കെതിരെ രോഗപ്രതിരോധ ശേഷി നൽകുന്നു. നമ്മൾ സാധാരണ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിലയിനം സുഗന്ധവ്യഞ്ജനങ്ങൾ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കറുകപ്പട്ടയാണ്. കറുകപ്പട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്ന കാസിയ സിനമൺ അല്ല, ഒറിജിനൽ സിലോൺ സിനമൺ, ഒറിജിനൽ കറുകപ്പട്ട. ഇവ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ഒരല്പം സിനമൺ ചേർക്കുന്നതോ ഇല്ലെങ്കിൽ നമ്മുടെ കറികളിൽ കറുകപ്പട്ട അല്പം ചേർക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഫംഗസുകളെ തുരത്താനായിട്ട് സഹായിക്കും. മാത്രമല്ല വെളുത്തുള്ളിക്കകത്ത് അടങ്ങിയിട്ടുള്ള അലിസിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റിന് നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുണ്ട്. ഇത് നമ്മുടെ വയറിനകത്ത് ഒരു മികച്ച പ്രോബയോട്ടിക്കാണ്, നമ്മുടെ ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഫംഗസുകളെ തുരത്താനും സഹായിക്കുന്നു. കൂടാതെ ആപ്പിൾ സിഡർ വിനിഗർ വളരെ കോമൺ ആയിട്ട്, ഇത് പലരും ശരീരത്തിലുണ്ടാകുന്ന കാൻഡിഡ പോലെ സ്കിന്നിൽ വരുന്ന പുഴുക്കടി പോലുള്ള ഫംഗസ് രോഗങ്ങളെ അകറ്റുന്നതിന് പുറമേ പുരട്ടുന്നതും ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവസവും നിങ്ങളൊരു 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ ചേർത്ത് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് വയറിനകത്ത് അതൊരു പ്രോബയോട്ടിക്കുമാണ്. അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു മികച്ച ആൻറ്റി ഫംഗൽ ഫുഡായിട്ടും വർക്ക് ചെയ്യുന്നു. മാത്രമല്ല ഇഞ്ചി അഥവാ ജിഞ്ചർ നമ്മൾ കറികളിൽ ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഫംഗസിന്റെ ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇഞ്ചിക്കകത്ത് അടങ്ങിയിട്ടുള്ള ജിഞ്ചറോൾ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡന്റിന് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഫ്യൂസേറിയം ഓക്സിസ്പോറം എന്നൊക്കെ വിളിക്കുന്ന ചിലയിനം ഫംഗസുകളെ തുരത്താൻ കഴിവുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് നമ്മളുടെ ഫുഡുകളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഈ ബ്ലാക്ക് ഫംഗസോ വൈറ്റ് ഫംഗസോ പോലെ ശരീരത്തിനെ ബാധിക്കുന്ന പൂപ്പലുകളെ തുരത്താൻ സാധിക്കും. ഇനി ഈ ഫംഗസുകളെ ഒഴിവാക്കാൻ നമ്മൾ കർശനമായി ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മധുരമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കാലറികളിൽ 5ൽ 1 ഭാഗം എന്ന് പറയുന്നത് ആഡഡ് ഷുഗേഴ്സ് ആണ്. പഞ്ചസാര പോലെയോ ഇല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള മധുരം ചേർത്തുള്ള ഭക്ഷണങ്ങളോ എല്ലാം തന്നെ എക്സസീവായിട്ട് കാലറി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കും. എക്സസീവായിട്ട് ഇത്തരത്തിൽ മധുരം, പഞ്ചസാര എത്തുന്നത് നമ്മുടെ ശരീരത്തിൽ ഫംഗസുകൾ വളരുന്നതിന് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത്, കോവിഡ് സമയത്ത് ഫംഗസുകളെ തുരത്തുന്നതിന് മധുരം, പ്രത്യേകിച്ച് ആഡഡ് ഷുഗേഴ്സ് ഇട്ടുള്ള സാധനങ്ങൾ കമ്പൽസറി ആയിട്ട് ഒഴിവാക്കുക. രണ്ടാമത്തത് ആൽക്കഹോളാണ്. നിങ്ങൾക്കറിയാം, മദ്യം നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെയും ആന്തരിക അവയവങ്ങളുടെയും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനും ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുടെ അളവ് കുറയ്ക്കാനും കാരണമാകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് മദ്യം ഒഴിവാക്കണം. മൂന്നാമത്തത് എക്സസീവ് സ്റ്റാർച്ചി ഫുഡുകൾ. നിങ്ങൾക്കറിയാം, കിഴങ്ങ് വർഗ്ഗങ്ങൾ പോലെ നമ്മുടെ ശരീരത്തിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ എത്തുന്ന ഫുഡുകളും നമ്മൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഭക്ഷണങ്ങളോ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള, കളേഴ്സ് ചേർത്തിട്ടുള്ള, ആഡഡ്
സ്വീറ്റ്നസ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളോ കർശനമായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ഫംഗസുകളെ ചെറുക്കാനായിട്ട് ഒഴിവാക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ, അതായത് ഈ ഒരു സമയത്ത് ഫംഗസുകളെ തുരത്താൻ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളും നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കോവിഡ് രോഗം വന്ന് മാറിയ എല്ലാവരും ഇന്ന് ഭയക്കുന്നത് ഈ ബ്ലാക്ക് ഫംഗസുകളെയും വൈറ്റ് ഫംഗസുകളെയുമാണ്. അവയെ ചെറുക്കാൻ നമ്മുടെ ശരീരത്തിനെ എങ്ങനെ സജ്ജമാക്കാമെന്നുള്ളത് എല്ലാവരും ഈ സമയത്ത് അറിഞ്ഞിരിക്കുക തന്നെ വേണം. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കും നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കോവിഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.